എല്ലാവർക്കും നമസ്കാരം. 2024 മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ശുക്രൻ, ബുധൻ, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരിയെന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. ധനുക്കൂറിൽ ജനിച്ചവരുടെ മാർച്ച് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായി വ്യാഴം 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ശനിയുടെ 3ാം ഭാവ സഞ്ചാരവും ധനുക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. ചൊവ്വ 15ാം തീയതി വരെ തന്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും. പക്ഷേ 15ാം തീയതി മുതൽ ശനിയും ശുക്രനും ചൊവ്വായും കൂടി ചേർന്ന് കുംഭത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ തമ്മിൽ ഇടയ്ക്കിടെ അനാവശ്യമായ വാക്തർക്കങ്ങളുണ്ടാകും. അതേസമയം ശുക്രൻ ചൊവ്വയുടെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകും. വിദ്യാകാരകനും 7ാം ഭാവാധിപനുമായ ബുധൻ 7ാം തീയതി മുതൽ തന്റെ നീചരാശിയായി മീനത്തിൽ രാഹുവിന്റെ കൂടെ സഞ്ചരിക്കുന്നത് ദോഷം ചെയ്യുമെങ്കിലും രാശിയധിപനായ വ്യാഴം 5ൽ സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ്. എങ്കിലും വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കേണ്ട സമയമാണിത്. ജീവിത പങ്കാളിക്കും ഇടയ്ക്കിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. സൂര്യൻ മാസം തുടങ്ങുമ്പോൾ കുംഭത്തിലും 14ാം തീയതി മുതൽ മീനത്തിലുമാണ് സഞ്ചരിക്കാൻ പോകുന്നത്. സൂര്യന്റെ സഞ്ചാരം സർക്കാർ ജോലിക്കാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. ഈ മാസം 19, 20, 21 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം ധനുക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂറിൽ ജനിച്ചവർക്കായുള്ള മാർച്ച് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മകരക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.